തെരുവ് നായ്ക്കളുടെ കാര്യത്തിൽ ശക്തമായൊരു താക്കീത് ഇന്നലെ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. ഡൽഹിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന തെരുവ് നായ്ക്കളെ എത്രയും പെട്ടെന്ന് ഷെൽട്ടറിലേക്ക് മാറ്റാനാണ് സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. മൃഗസ്നേഹികൾക്കും നല്ലൊരു താക്കീത് കൊടുക്കാൻ സുപ്രീം കോടതി മറന്നിട്ടില്ല. തെരുവിൽ അലഞ്ഞു നിൽക്കുന്ന നായ്ക്കളുടെ കടിയേറ്റ് കുട്ടികൾ മരണപ്പെടുകയും ധാരാളം കുട്ടികൾക്ക് കടിയേൽക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടായാൽ മൃഗസ്നേഹികൾ നഷ്ടപരിഹാരം കൊടുക്കുമോ എന്നാണ് സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത്. ശക്തമായൊരു നിയമ നടപടിക്കാണ് സുപ്രീം കോടതി ഒരുങ്ങിയിരിക്കുന്നത്. ഇത് ഡൽഹിയിൽ മാത്രമല്ല, രാജ്യത്തുടനീളം അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന തെരുവ് നായ്ക്കളെ പിടിച്ചു കെട്ടാനുള്ളൊരു സംവിധാനം ഉടനെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഈ കേരളത്തിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ ഒട്ടുമിക്ക തെരുവുകളിലും തെരുവ് നായ്ക്കളുടെ ശല്യം വളരെ രൂക്ഷമാണ്. പലയിടത്തും ധാരാളം ആളുകൾക്ക് കടിയേൽക്കുകയും കുറേ ആളുകൾ മരണപ്പെടുകയും ഒക്കെ ചെയ്ത സാഹചര്യം ഉണ്ടായി. കുഞ്ഞു കുട്ടികളെ വരെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ കടിച്ചു കീറുന്ന തെരുവ് നായ്ക്കൂട്ടം, അവയെ സംരക്ഷിക്കുന്ന കുറേ മൃഗസ്നേഹികൾ, അവർക്ക് വേണ്ടി വാദിക്കുന്ന കുറേ മൃഗസ്നേഹികളും ഇങ്ങനെയൊക്കെ രൂക്ഷമായിട്ടുള്ള ആക്രമണം തെരുവ് നായ്ക്കളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ട് പോലും ഒന്ന് പ്രതികരിക്കാൻ പോലും ആരുമില്ലാത്ത ഒരു നാടിൻ്റെ അവസ്ഥ. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് സുപ്രീം കോടതി ഇങ്ങനെ ശക്തമായിട്ടൊരു നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ തെരുവ് നായ്ക്കൾ കടിച്ചാൽ കുത്തിവയ്പ് എടുത്താൽ പോലും രക്ഷയില്ല. ചിലപ്പോൾ കുത്തിവയ്പ് എടുത്തു കഴിഞ്ഞാൽ ചിലർക്കത് ഫലപ്രദമാകണമെന്നില്ല, മരണപ്പെടുക തന്നെ ചെയ്യും. ഇതിന് ശക്തമായിട്ടൊരു നടപടി എന്ന നിലയിൽ തെരുവ് നായ്ക്കളെ ഓരോ പഞ്ചായത്തിലും സംരക്ഷിക്കാനുള്ള നടപടി കൊള്ളുക. എന്തായാലും അവയെ കൊല്ലണമെന്നൊന്നും പറയില്ല, അവയെ സംരക്ഷിക്കാൻ, അവയെ പിടിച്ചുകൊണ്ട് പോയി അവയെ സംരക്ഷിക്കാൻ കഴിയുന്ന ഷെൽട്ടറുകൾ ഉണ്ടാക്കുക. അങ്ങനെയൊരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. ഇനി മനുഷ്യർക്ക് കൊല്ലാൻ കഴിയില്ലെങ്കിൽ ഈ വന്യമൃഗങ്ങളൊക്കെ ധാരാളം നാട്ടിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അവയ്ക്ക് ഭക്ഷണമില്ലാത്തതുകൊണ്ടാണ് നാട്ടിലേക്ക് ഇറങ്ങി വരുന്നത്. ഈ തെരുവ് നായ്ക്കളെയൊക്കെ കൊണ്ട് ഇവരെ വനത്തിലേക്ക് കയറ്റി വിടുക, അവിടെയുള്ള വന്യമൃഗങ്ങൾ എവിടെ ഭക്ഷണമാക്കിക്കോട്ടെ. അങ്ങനെയാണെങ്കിലും അങ്ങനെ ഒരു നടപടിയാണെങ്കിലും കൈക്കൊണ്ടാലും കുഴപ്പമില്ല. എന്തായാലും ഈ പാവപ്പെട്ട മനുഷ്യരെ, അതുപോലെ കുഞ്ഞു കുട്ടികളെയൊക്കെ ഈ തെരുവ് നായ്ക്കൾ ഇങ്ങനെ കടിച്ചു കീറുന്നത് നോക്കി നിൽക്കാൻ ഇനിയും കഴിയില്ല. നമ്മുടെ മൃഗസ്നേഹികളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കുക, മൃഗസ്നേഹമൊക്കെ നല്ലതാണ്, പക്ഷേ അത് അതിര് കടക്കുമ്പോൾ വലിയ ആപത്താണ്, പ്രത്യേകിച്ച് തെരുവ് നായ്ക്കളുടെ കാര്യത്തിൽ.